ആർ യു ഫ്രീ ഫ്രം നോക്കിക്കോണം. അപ്പോൾ കുറേ ഉണ്ട്, വായിക്കാവോ? Are you free from anxiety? Sir, കേൾക്കാമോ sir? കേൾക്കാം കേൾക്കാം, വായിച്ചോളൂ. Anxiety, anger, sadness, tension, family issues, lack of interest, depression, learning disability, laziness, job issues, financial issues, lack of confidence, fear of death, time management issues, worry about diseases, fear of strangers, getting influenced by others, bad habits, loss of sleep, mobile addiction, suicidal tendencies, memory loss, irrational fear, lack of concentration, fear complex, mind reading, etc. ഏതിൻ്റെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഭാഗം മാത്രം എന്നോട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് ഉണ്ടായില്ലെന്നുള്ളതല്ല, ഈ സംഗതി കണ്ടിട്ട് യെസ് ദിസ് ഈസ്, ഇതാണ് സംഗതി. മൈൻഡ് റീഡിങ് എന്താണെന്ന് മനസ്സിലായ എല്ലാവർക്കും? അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല സാറേ, എന്താണ് എന്നുള്ളത്. മൈൻഡ് റീഡ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ ബർത്ത്ഡേ, അത് കുട്ടിയുടെ ബർത്ത്ഡേക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഭാര്യ പറയുന്നു, അല്ല നമുക്കൊരു സമ്മാനം കൊണ്ടേ കൊടുക്കണ്ടേ, ഒന്നങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കടയിൽ കയറി മേടിക്കാൻ വേണ്ടി കയറിയപ്പം ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളിൽ ഒരാൾ പറയാണ്, ശോ ഇത് കൊടുത്ത്, ഇത് തീരെ വിലക്കുറവുള്ള ചെറിയ സാധനങ്ങൾ, ഇത് കൊടുത്താൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഇതാണ് മൈൻഡ് റീഡിങ്. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള എൻ്റെ വിചാരം, അതാണ് മൈൻഡ് റീഡിങ്. അത് കഴിഞ്ഞിട്ട് ടോട്ടലി കൺഫ്യൂഷൻ അയച്ചു. ഇത്രയും ഡിസേർവ് കൊടുക്കാൻ മാത്രമുള്ള സാമ്പത്തികം നമ്മുടെ ഇല്ലതാനും, പക്ഷേ അവരുടെ നില വെച്ചിട്ട് ഞാനിത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരുന്നവരൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ്, വലിയ വലിയ ആൾക്കാരായിരിക്കും. അപ്പോൾ അവരൊക്കെ എന്ത് വിചാരിക്കും, നമ്മൾ കടമെടുത്താണേലും വേറെ സാധനം മേടിച്ചേക്കാം അല്ലേ. അപ്പോൾ ഒരു മനസമാധാനം ഇല്ലാതെ കൊണ്ട് അങ്ങ് പോകുന്നത് മതിച്ചേ വേണ്ടായിരുന്നു. ഇങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളതും നമ്മളെ കഷ്ടത്തിലാക്കുന്നതാണ്. ഇതാണ് മൈൻഡ് റീഡിങ് എന്ന് പറഞ്ഞാൽ. നിങ്ങളുടെ ഫ്രീഡം പോയി അവിടെ. ഫ്രീ മൈൻഡോടുകൂടി നമുക്കത് പോകാൻ പറ്റിയതാണ്. പിന്നെ വേറെ എന്തെങ്കിലും സംശയമുണ്ടോ? ഈ ഇറാഷണൽ ഫിയർ എന്ന് പറഞ്ഞാൽ സാറേ, ഇറാഷണൽ ഫ്രീ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ അന്നേരം പാമ്പിനെ കാണും, വേറെ ചില ആൾക്കാർ പല്ലിയെ കാണും, ഇനിയും വേറെ ഒരാൾക്കാർ പട്ടിയെ കാണും, വേറെ ചില ആൾക്കാർ പല്ലിയെ കാണും. ഇങ്ങനെയാണ് ഇറാഷണൽ എന്ന് പറഞ്ഞാൽ. പാറ്റായെ കണ്ടിട്ടേ ഇല്ല, പാന്ന് കേട്ടപ്പോഴേ അവരോട് ചാട്ടമാണ്, അയ്യോ എന്നും പറഞ്ഞുണ്ട്. ഇതാണ് ഇറാഷണൽ. ഇറാഷണൽ എന്ന് പറഞ്ഞാൽ യാതൊരു കാരണവും ഇല്ലാണ്ടുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി എന്താണ്? ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയത്. മനസ്സിലാവും. ഓക്കെ, ഫിയർ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ, ആകെ ഒരു പേടിയോട് കൂടിയാണ് നമ്മൾ എവിടെ പോയാലും ഉള്ളിലൊരു ഫിയർ കിടപ്പുണ്ട്. കാണുന്നത് പുതിയൊരു സാഹചര്യമാണല്ലോ, സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ. ആകെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആകാനുള്ള ഒരു മടി, പുറകോട്ട് ഉള്ളുവലിയെന്ന് പറയാം. നമ്മൾ പുറകോട്ട് വലിഞ്ഞ് നിൽക്കും, ഫിയറാണ്, മൊത്തത്തിലൊരു ഫിയറാണ്. കണ്ടിട്ടില്ല ചില കുട്ടികളൊക്കെ, കുട്ടികളും വലിയവരും. ഞാൻ എങ്ങനെയാ നമ്മൾ നാടൻ ഭാഷ പറഞ്ഞാൽ നിലാവത്തഴിച്ചു വിട്ട കോഴി എന്ന് പറയും, ഇങ്ങനെ പമ്മി 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 പോവുക പേടിച്ച്. ഇതാണ് ഫിയർ കോംപ്ലക്സ്. നിങ്ങൾക്ക് ഏതെങ്കിലും സംഗതി ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആകണം എന്ന് പറഞ്ഞാൽ ഇപ്പം മാറ്റി തരാം, കാണിച്ചു തരാം, ചുമ്മാ പറയുന്നതല്ല, ഇവിടെ കാണിച്ചു തരാം. ഈ പറഞ്ഞ ഇതിനകത്ത് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടോ നമുക്ക്? ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ്. ഇഷ്യൂസ്. ഓക്കെ ഓക്കെ. ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്താ ആ ഇഷ്യൂ എന്ന് പറയണം.
ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സമയത്ത് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെ പെൻഡിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ ആ കാര്യങ്ങൾ പൂർത്തി സാധിക്കാറില്ല. സാധിക്കാറില്ല. ഓക്കെ, വിചാരിക്കുന്നുള്ളൂ. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇത് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ മനസ്സിൽ നിന്ന് എന്താ സംസാരം നടക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. എനിക്ക് സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അതാണ് എൻ്റെ ഒരു പ്രശ്നം. ആ പ്രശ്നം കൊണ്ട് എന്താണിപ്പം മനസ്സിൽ ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്? മനസ്സെന്തെങ്കിലും ബുദ്ധിമുട്ട് പറയുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സാമ്പത്തികമായ നഷ്ടമൊക്കെ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സെന്റൻസ് ആയിരിക്കും. അതാ ഒരു സെന്റൻസ് ഒന്ന് പറഞ്ഞേ. അതായത് ഈ ഒരു പ്രോസസ്സ് ടൈമിൽ നടന്നിരുന്നെങ്കിൽ ഉണ്ടാകുമായിരുന്ന ലാഭം അത് ഇപ്പൊ നടക്കാത്തത് കൊണ്ട് ആ നഷ്ടത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ. നിന്റെ ബിസിനസ് അല്ലെങ്കിൽ നീ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ നീ പ്രവർത്തിച്ചുകൊണ്ട് നീ സമയാസമയങ്ങളിൽ പ്രവർത്തിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ നഷ്ടമല്ലേ ഉണ്ടാകുന്നത് എന്നാണ് ചോദിച്ചത്, അല്ലേ? യെസ് യെസ്. ഓക്കെ, അതെ. ആരും ഉത്തരം കൊടുക്കുക. അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു. മനസ്സൊരു ആ, സംശയം ചോദിക്കുക നിന്നോട്, അപ്പൊ അതിന്റെ ഉത്തരം കൊടുക്കുക. അത് ശരിയാണ്. അതുകൊണ്ട് ശരിയാണ്, തന്നെയാണ്. അത് അത്രേ ഉള്ളൂ, അതെ. അത്രേ ഉള്ളൂ. ഇത് ഡയറക്റ്റ് ചോദ്യമാണ്. ഇവിടെ ആ, താൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതുകൊണ്ടല്ലേ തനിക്ക് നഷ്ടം വരുന്നതെന്ന് മനസ്സ് ചോദിച്ചു. യെസ്, യു ആർ അതെ. റൈറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി യെസ്. അവിടെ അങ്ങനെ ഇരിക്കുക. ഇനി മനസ്സിൽ എന്തെങ്കിലും സംസാരം നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സ് ശാന്തമായോ എന്നാണ് എൻ്റെ ചോദ്യം. മനസ്സ് ശാന്തമായിട്ടില്ലെങ്കിൽ വീണ്ടും സംസാരം നടന്നുകൊണ്ടിരിക്കും. ഇനിയും സമയമുണ്ട്, അത് ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള ലോസ് ഉണ്ടാവില്ല എന്നാണ് അപ്പൊ പറയുന്നത്. അവിടുന്ന് ഒരു നിർദ്ദേശം വന്നിരിക്കുക. അപ്പൊ നീ ഉം. ഇപ്പൊ അത് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെയല്ലേ എന്ന് വെച്ചു, ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ് നീ കൈ എഴുതുകയൊന്നും വേണ്ട. ഇനിയെങ്കിലും നീ ശ്രദ്ധിക്കുകയാണെങ്കിൽ ലാഭത്തിലോടാൻ സാധിക്കുകയായിരിക്കും എന്ന് മനസ്സ് പറയുന്നു, അല്ലേ? യെസ് യെസ്. ഓക്കെ, അപ്പൊ നീ എന്ത് പറയുന്നു? ഓക്കെ, അത് എത്രയും പെട്ടെന്ന് ചെയ്യും എന്നാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ മനസ്സ് എൻ്റെ അടുത്ത് നിർദ്ദേശം തന്ന പോലെ ചെയ്താൽ ചെയ്യാം എന്ന് നമ്മൾ കേൾക്കുന്നു, അല്ലേ? അതെ. ഓക്കെ, ഇനി അവിടെ അനങ്ങാതെ ഇരിക്കണം. ഇനി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കണം. മനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മനസ്സ് ഈ പ്രകാശിനെ എങ്ങനെയാ വിശ്വസിക്കുന്നത്? കാരണം ഇപ്പൊ എത്ര വയസ്സായി പ്രകാശിന്? സർ, എത്ര വയസ്സായി? വാട്ട് ഈസ് യുവർ ഏജ്? 50. 50. 50. ഈ 50 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ മനസ്സ് ഈ പ്രകാശനെ ഇന്നും ഇന്നലെയും കാണുന്നതല്ല. അതുകൊണ്ട് അങ്ങനെയൊന്നും മനസ്സ് വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. നാളെ മുതൽ ഞാൻ പ്രോംപ്റ്റ് ആകുമെന്ന് പറഞ്ഞാൽ തോന്നുന്നുണ്ടോ? മനസ്സ് വിശ്വസിക്കുമോ? ഇല്ല. ഇല്ല. അപ്പൊ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാണിച്ചു കൊടുക്കണം. നമ്മളങ്ങനെയാണല്ലോ. Yes. ഞാൻ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക. ഒന്ന് വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയാണ് ഞാൻ ഈ നിമിഷം മുതൽ പുതിയ രീതിയിൽ പ്രവർത്തിക്കാൻ പോകുന്നതെന്നൊന്ന് ഒരു വീഡിയോ കാണുന്ന പോലെ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നാളെ മറ്റന്നാൾ ദിവസങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ പറയുകയോ ഒന്ന് വിഷ്വലൈസ് ചെയ്യുകയോ ഒന്ന് ചെയ്ത് ഞാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും നാളെ മുതൽ പ്രവർത്തിക്കാൻ പോകുന്നത് എന്നത് പ്ലാൻ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ഇടുക. ഓക്കെ, അങ്ങനെ ഒന്ന് പ്ലാൻ ഇട്ടേ മനസ്സിൽ. അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, പ്ലാൻ ഇട്ടാൽ മതി. എന്നിട്ട് മനസ്സിനോട് ചോദിക്കണം, ഇതാണ് ദിസ് ഈസ് ദ തിങ് വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഫ്രം ടുമാറോ ഓൺവേഴ്സ്. ആർ യു ഹാപ്പി നൗ എന്ന് ചോദിക്കണം. അപ്പോൾ അപ്പം മനസ്സിലൊരു ഹാപ്പിനെസ് വന്നോ ഇല്ലോ എന്ന് നമുക്കറിയാൻ പറ്റും. ഒന്ന് പ്ലാൻ ചെയ്തേ. ഓക്കെ, ഷുവർ. പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്തു. അപ്പം മനസ്സിനോട് ചോദിക്കുക, ആർ യു ഹാപ്പി നൗ? ദിസ് ഈസ് ദ വേ ടുമാറോ ഓൺവേഴ്സ് ഐ ആം ഡൂയിങ്. യെസ്, ഐ ആം വെരി ഹാപ്പി നൗ. ഹാപ്പി നൗ. ഇനി ഇതിങ്ങനെ ലൈഫ് ടൈം നമ്മൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്ത്, അതായത് ഇപ്പോൾ 50 വയസ്സിൽ, 55 വയസ്സിൽ, 60 വയസ്സിൽ, എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സ്പാൻ ഉണ്ടോ അത്രയും കാലം നമ്മൾ ഇങ്ങനെ പ്രോംപ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടൊന്ന് മനസ്സിലെന്ന് വിചാരിച്ച്
എന്നിട്ട് ആ സന്തോഷത്തിൽ കണ്ണു തുറക്കണം. ഹാപ്പിയായോ? Okay, sir. Okay, happy. ഇത്രയുള്ള കാര്യം കേട്ടോ. നമുക്കൊരു പ്രോഗ്രാം ഇല്ലായിരുന്നു. നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. അല്ലേ? ഓ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ കാശ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, കിട്ടേണ്ട ലാഭം കിട്ടുന്നില്ല. പക്ഷെ ഇനി മുതൽ വെച്ചാൽ വി മെയ്ഡ് എ പ്രോഗ്രാം. ദിസ് ഈസ് കോൾഡ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇത്രയേ ഉള്ളൂ. ന്യൂറോ എന്ന് പറഞ്ഞാൽ മനസ്സ്, ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞപ്പോൾ ചെയ്ത സംഗതി. അപ്പൊ ഇതിന് നമ്മൾ ഉപയോഗിച്ചത് മനസ്സിലെ ലിംഗ്വിസ്റ്റിക് ആണ്, ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചത്. ഹൗ ഐ വാസ് ഡൂയിങ്. ഇതിനു മുമ്പ് ഡൂയിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹൗ ഐ ആം ഡൂയിങ് എന്നൊന്നുമില്ല. അത് വരുന്ന പോലെ അങ്ങ് ചെയ്തു കൊടുക്കും. ഇപ്പം നമ്മൾ ഹൗ ഐ ആം ഡൂയിങ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. സോ യു മെയ്ഡ് എ പ്രോഗ്രാം ഇൻ യുവർ മൈൻഡ് ആൻഡ് യു വിൽ ബി പ്രൊസീഡിങ് വിത്ത് യുവർ പ്രോഗ്രാം. മനസ്സിൽ ഒരു പ്രോഗ്രാം ചെയ്താൽ പിന്നെ ഒരു പ്രശ്നമില്ല, അത് അങ്ങനെ അങ്ങ് പൊക്കോളും. മടി എന്ന് പറഞ്ഞാൽ മൈൻഡ് നമ്മുടെ ശത്രുവായിട്ട് നിൽക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ നടക്കാൻ പോകാമെന്ന് നമ്മൾ ഇന്നങ്ങ് പ്ലാൻ ചെയ്യും. ഞാൻ പ്ലാൻ ചെയ്യും, തോമസ് പ്ലാൻ ചെയ്യും. രാവിലെ നല്ല തണുപ്പാ, മഴയൊക്കെയാണ്, ഞാൻ പുതപ്പ് വെച്ചാൽ കിടക്കുന്നത്. അപ്പം പുതപ്പ് വയവഴ എടുത്തു കഴിഞ്ഞപ്പം ഇച്ചിരി കാറ്റും ചെറിയ മൂടലൊക്കെ ഉണ്ട്. ഉടനെ മനസ്സ് പറയും, ഓ ഇന്ന് ഏതായാലും പോകണ്ട, നാളെ പോയേക്കാന്ന് പറയും. അപ്പോൾ ആരാണ്? മൈൻഡ്. നമ്മൾ പ്ലാൻ ഇട്ടതിന് എതിരായിട്ട് മൈൻഡ് നിൽക്കുക. അതാണ് സംഭവിക്കുന്നത്. അപ്പം മൈൻഡ്, നമ്മുടെ പ്ലാൻ എതിരായിട്ട് മൈൻഡ് പ്രവർത്തിക്കുന്നതിനാണ് മടി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അതിനെ ഓവർകം ചെയ്യണം. ഉടനെ മൈൻഡിനോട് അറിയാവുന്ന ഭാഷ രണ്ട് നല്ല വർത്താനം അങ്ങോട്ട് പറയണം. നീ കുറേ നാളായടാ ഇതുപോലെ എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്, ഇന്ന് ഏതായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് നടക്കാൻ പോവാന്ന് തന്നെ പറയണം. ഉടനെ മൈൻഡ് ചോദിക്കും, ശരിക്കും നീ തീരുമാനിച്ചു? യെസ്, തീരുമാനിച്ചിരിക്കും. ഇതുപോലെ ടോണിൽ, ശബ്ദത്തിൽ പറയണം. യെസ്, ഞാൻ തീരുമാനിച്ചു. അതാ ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളവർ വിചാരിക്കും കേട്ടോ ഇവർ ഭ്രാന്താണ്. അത് മനസ്സിൽ പറയണം. യെസ്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നത്. ആ, അങ്ങനെയാണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ നടന്നു. പിറ്റേ ദിവസം ഇതുപോലെ നേരം വിളിക്കുമ്പം വീണ്ടും ചെറിയ തോതിൽ, ഇത്ര ശബ്ദമൊന്നും പുള്ളിക്ക് കാണില്ല. അല്ല, ഇന്നലെ നീ നടന്നു, ഇത്രയും ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായില്ലേ, വേണം, ഇതിൻ്റെ വല്ല ആവശ്യം നിനക്കുണ്ടോ? അല്ല, ഉണ്ട്, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇങ്ങനെ യു ഷുഡ് കീപ്പ് ഓൺ ഫൈറ്റിംഗ് വിത്ത് യുവർ മൈൻഡ്. ദാറ്റ് ഈസ് ദ ഓൺലി വേ യു ക്യാൻ ഓവർകം യുവർ ലേസിനെസ്. ഇതാണ് ലേസിനെസ്. അതുകൊണ്ട് ക്ലിയർ ആയോ? ഇതിന് തയ്യാറാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് തയ്യാറല്ലെങ്കിൽ, സാറേ ഐ ആം ടൈഡ് അപ്പ് വിത്ത് മൈ മൈൻഡ്, ഇതാണ് ഫ്രീഡം ഇല്ല. എൻ്റെ മനസ്സ് എന്നെ വരിഞ്ഞ് മുറുക്കി വെച്ചിരിക്കുക. ഐ കനോട്ട് ഗോ എഗൻസ്റ്റ് മൈ മൈൻഡ്. ഐ ആം എ സ്ലേവ് ഓഫ് മൈ മൈൻഡ്. തീർന്നു. ദാറ്റ് ഇസ് ദ എൻഡ് ഓഫ് യുവർ. നിങ്ങളുടെ ജീവിതം അവിടെ വെച്ച് തീർന്നു, കട്ടപ്പുകയായി. പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. യു ആർ എ സ്ലേവ്. മുന്നോട്ട് നീങ്ങനേ പറ്റിയല്ല. എന്ത് കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാലും മനസ്സ് പുറകോട്ട് വരിക, ഇങ്ങോട്ട് പോരാ മോനെ. ഇഷ്യൂ ഉണ്ടാകുമ്പം നിങ്ങൾ ചോദിക്കണം, ആം ഐ റിയലി ഫ്രീ ഫ്രം മൈ മൈൻഡ്?